ഹലോ ഡിയേഴ്സ്, ഗുഡ് മോർണിംഗ് മക്കൾസേ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത് ഡെസിമൽ എന്നൊരു ചാപ്റ്റർ ആയിരുന്നു അല്ലേ. ഡെസിമലിൽ ഫസ്റ്റ് നമ്മൾ എന്താ ചെയ്തത്? ഓരോ ഡെസിമൽ നമ്പേഴ്സിനെയും എന്താക്കി? ഫ്രാക്ഷനാക്കി മാറ്റി അല്ലേ. അതിനെന്താ നമ്മൾ ആദ്യം ചെയ്തത്? നമ്മൾ ആദ്യം ചെയ്ത കാര്യം എന്തേനു മക്കൾസേ? ആദ്യം ഈ ഒരു ഡെസിമൽ പോയിൻറ്റിന് ശേഷം നമ്മൾ എന്ത് ചെയ്തു? ഡെസിമൽ പോയിൻറ്റിന് ശേഷം എത്ര നമ്പേഴ്സ് ഉണ്ടെന്ന് നോക്കി. ഇവിടെ 0.1 1 to 2 നമ്പേഴ്സ് ഉണ്ട്. അപ്പോൾ അതിന് എന്ത് ചെയ്തു? അതിന് ഡെസിമൽ ഒഴിവാക്കിയ നമ്പർ അവിടെ 1 മാത്രമാണ്. 1 ഡിവൈഡഡ് ബൈ 1 ഹരിക്കണം എന്താണ് നമ്മൾ ചെയ്തു? 2 zeros അല്ല 10ൻ്റെ പവർ ഡിനോമിനേറ്റർ ആക്കി എഴുതി അല്ലേ. ഇനിയിപ്പോൾ ഡെസിമലിന് ശേഷം 3 നമ്പേഴ്സ് ഉണ്ടെങ്കിൽ ഡിനോമിനേറ്ററിൽ എന്താ വരിക? 1000 വരും. ഓക്കെ, അത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചെയ്തിട്ടുണ്ടായിരുന്നില്ല മക്കൾസേ. പിന്നെ നമ്മൾ എന്ത് ചെയ്തു? ഫ്രാക്ഷൻസിനെ എന്താക്കി മാറ്റി? ഡെസിമൽസ് ആക്കി മാറ്റി. 1000, 10, അതുപോലെ തന്നെ എന്താണ് 10,000 ഒക്കെ വന്ന് നമുക്ക് ഈസി ആയിട്ട് മാറ്റാൻ പറ്റും അല്ലേ. കാരണം എത്ര സീറോസ് ഉണ്ട് അതിനനുസരിച്ചിട്ട് എന്ത് ചെയ്യാം? ലെഫ്റ്റ് സൈഡിൽ നിന്ന് നമുക്ക് താഴെ ഡിനോമിനേറ്ററിൽ എത്ര സീറോസ് ഉണ്ട് അത്ര നമ്പേഴ്സ് നോക്കി എന്ത് ചെയ്യാം? ഡെസിമൽ പോയിൻറ്റ്സ് ഇട്ട് കൊടുക്കാം. ഓക്കെ, ഇനിയിപ്പോൾ താഴെ ഇവിടെ എക്സാമ്പിൾ നോക്കിയ മക്കൾസ് ഇവിടെ നോക്കിയേ. 1 2 3 4 1234 ഡിവൈഡഡ് ബൈ എന്താണ്? ഇവിടെ 10 lakh തന്നിട്ടുണ്ടെങ്കിൽ 1 lakh തന്നിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം 1 lakhൽ 5 zeros ഉണ്ട് അല്ലേ. 5 zeros ഉണ്ട്. പക്ഷെ അവിടെ നമ്പേഴ്സ് എത്രയേ ഉള്ളൂ? 4 നമ്പേഴ്സേ ഉള്ളൂ. അപ്പോൾ നമുക്ക് എന്താ ആൻസറിൽ എന്ത് ചെയ്യണം? നമുക്ക് ഒരു 0 എക്സ്ട്രാ ആഡ് ചെയ്ത് കൊടുക്കണം. കണ്ടില്ലേ മക്കൾസ്? കണ്ടില്ലേ? ഒരു എക്സ്ട്രാ നമുക്ക് എന്ത് ചെയ്യണം? ഒരു 0 ആഡ് ചെയ്ത് കൊടുക്കണം. ഓക്കെ, അപ്പം നമ്മളത് കണ്ടിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ എന്താണ്? കുറേ നമ്പേഴ്സ് താഴെ ഡിനോമിനേറ്റേഴ്സ് എന്താണ്? ഡിനോമിനേറ്ററിൽ ഇതില്ലാത്ത കുറേ നമ്പേഴ്സ്, അതായത് 10ൻ്റെ പവേഴ്സ് ഇല്ലാത്ത നമ്പേഴ്സിനെ നമ്മൾ 10ൻ്റെ പവറാക്കി മാറ്റിയിട്ട് ചെയ്തു. അതുപോലെ തന്നെ കറക്റ്റ് ഡിവൈഡ് ചെയ്തിട്ടും ചെയ്തു അല്ലേ. മക്കൾസിന് ഓർമ്മയില്ലേ? അതുപോലെ തന്നെ എന്താണ് ഇവിടെ നോക്കി നമ്മളതിൻ്റെ കുറച്ച് എക്സാമ്പിൾസ് ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ. വെച്ചിട്ട് മക്കൾ ഓർക്കുന്നില്ലേ എങ്ങനെയാണ് എക്സാമ്പിൾ ചെയ്തതെന്ന്? ഇവിടെ 3.6 ഉണ്ട്. അപ്പോൾ എന്താണ്? ഒരു ഡെസിമലിന് ശേഷം ഒരു നമ്പറാണല്ലോ. അപ്പോൾ എന്താണ്? 36/10 അല്ലേ. ഇനി അടുത്തത് ഏതാ? അടുത്തത് എന്താണ്? 0.36 ഡിവൈഡഡ് ബൈ 0.36 ആണ്. അപ്പോൾ എന്താണ്? 0.36 ആകുമ്പോൾ ഡെസിമലിന് ശേഷം 2 നമ്പേഴ്സ് ഉണ്ട്. അപ്പോൾ എന്താണ്? 36 ഡിവൈഡഡ് ബൈ 100 വരും അല്ലേ. ഓക്കെ, ഇവിടെ പിന്നെ അടുത്തത് എന്താണ്? 0001 0.001 ഡെസിമലിന് ശേഷം 4 നമ്പേഴ്സ് ഉണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഡെസിമൽ ഇല്ലാത്ത നമ്പറാണ് 1 മാത്രമാണ്. 4 0 ഉള്ള എന്താണ്? 10,000 ഇട്ട് കൊടുക്കും അല്ലേ അല്ലേ മക്കൾസ്? അടുത്തതും അതുപോലെ തന്നെ നമുക്ക് ചെയ്തുകൂടാ. അടുത്തത് എന്താണ്? അവിടെ ഡെസിമൽ പോയിൻ്റ് എന്താണ്? 1.001 ആണ്. അപ്പോൾ എന്താണ്? 1001 ആണ് അവിടെ അല്ലേ. 1001 ഡിവൈഡഡ് ബൈ എന്ത് കിട്ടും നമുക്ക്? ഡെസിമലിന് ശേഷം 3 നമ്പറാണുള്ളത്. അപ്പോൾ 1000. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ 1/2 നമ്മൾ ഡെസിമൽ പോയിൻറ്റിലേക്ക് മാറ്റി. 1/2 = നമുക്ക് എത്ര കിട്ടിയത്? 0.5 കിട്ടി. അതുപോലെ 1/4 എന്ത് കിട്ടി? 1/4 നമുക്ക് 0. എന്ത് കിട്ടി മക്കൾസ്? 0.25 കിട്ടി അല്ലേ. ഓക്കെ, അതൊക്കെ മക്കൾസിന് ഓർമ്മയല്ലേ? അതുപോലെ തന്നെ 3/8 നമുക്ക് എന്താ കിട്ടിയത്? ഒക്കെ മക്കൾസിന് ഓർമ്മയില്ലേ? പിന്നെ എന്താണ്? നമ്മൾ അടുത്തതായിട്ട് ഡെസിമൽ മൾട്ടിപ്ലിക്കേഷനാണ് പറഞ്ഞത്. ഡെസിമൽ മൾട്ടിപ്ലിക്കേഷൻ വളരെ സിമ്പിളാണ്. എന്താണ്? ഡെസിമൽ പോയിൻറ്റിന് നമ്മൾ എന്ത് ചെയ്യുന്നു? ഒഴിവാക്കുന്നു അല്ലേ. എന്നിട്ട് അതിന് ഹോൾ നമ്പർ മൾട്ടിപ്ലൈ ചെയ്യുന്ന പോലെ, അതായത് ദശാംശ പോയിൻറ്റിനെ പിന്നെ ആ പോയിൻ്റ് നമ്മൾ ഒഴിവാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? ദശാംശ സ്ഥാനം ഒഴിവാക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? ഗുണിക്കുന്നു അല്ലേ. ദശാംശ സ്ഥാനം ഒഴിവാക്കിയിട്ട് നമ്മൾ ഗുണിച്ചാൽ എന്ത് കിട്ടും നമുക്ക്? 2808 ഇവിടെ കിട്ടും. അപ്പോൾ എന്ത് ചെയ്യും? അവിടെ ക്വസ്റ്റ്യനിൽ എന്താണ്? 2.34ൽ 2 ഡെസിമൽ പോയിൻ്റ് ഉണ്ട് അല്ലേ. ദശാംശ സംഖ്യ പോയിൻറ്റിന് ശേഷം 2 നമ്പർ ഉണ്ട്. 1.2ൽ 1 ഉണ്ട്. അപ്പോൾ ടോട്ടൽ 3 ഡെസിമൽ പോയിൻ്റ് ഉണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? ലെഫ്റ്റ് സൈഡിൽ നിന്ന് ഇടത് ഭാഗത്ത് എന്ത് ചെയ്യുന്നു? 1 2 3 എണ്ണിയിട്ട് ഇവിടെ 2.808 എന്ന ആൻസർ കിട്ടും. അതുപോലെ നമ്മൾ റേസിൻ്റെ കണക്ക് ചെയ്തിട്ടുണ്ടായിരുന്നില്ലേ.
അവിടെ 34.5 1 കിലോ അരിക്കാണെങ്കിൽ 16 കിലോ അരിക്ക് എത്രയാണ്? 34.5 × 6 16. അപ്പോൾ നമുക്ക് എത്ര കിട്ടും? 5520 കിട്ടും. അപ്പോൾ അതിന് നമുക്കറിയാം 34.5-ൽ ഒരു പോയിൻറ്റിന് ശേഷം ഒരു നമ്പറേ ഉള്ളൂ. അപ്പോൾ ഒരു സ്ഥാനം നിൽക്കുക നമ്മൾ എന്ത് ചെയ്യുന്നു? പോയിൻ്റ് ഇടുന്നു. അതുപോലെ നമ്മൾ റൂമിൻ്റെ കണ്ടിയില്ലേ മൾട്ടിപ്ലിക്കേഷൻ അപ്പോൾ വളരെ സിമ്പിളാണ് അല്ലേ. പിന്നെ ഡിവിഷനിലേക്ക് വരുമ്പോൾ എന്താണ്? ഡിവിഷനിലേക്ക് വരുമ്പോൾ ഒരുപാട് മെത്തേഡുകളുണ്ട്. മിസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു ഹോൾ നമ്പർ ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ഈസി ആയിട്ട് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യാമെന്ന്. ഓക്കെ. പിന്നെ ഒരു പ്രത്യേകത വെച്ച് പറയാൻ വിട്ടുപോയൊരു പ്രത്യേകത, ഒരു നമ്പറിന് ഇപ്പോൾ ഇവിടെ നോക്കിയ 42,625 എന്നാണ് ആ ഒരു നമ്പർ. നാച്ചുറൽ നമ്പർ ആക്കി തന്നെ വായിക്കാം അല്ലേ. പക്ഷേ അവിടെ എന്താണ് 4.2625 ആണ്. അത് ഡിവൈഡഡ് ബൈ 0.05 അല്ലേ. അപ്പോൾ ഇവിടെ 0.05-ൽ 2 പ്ലേസ് ഉണ്ട് ഡെസിമലിന് ശേഷം. നമുക്കങ്ങനെ ഡിവൈഡ് ചെയ്യുമ്പോൾ ആ നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യാമെന്നറിയോ? 2 പ്ലേസ് ഇങ്ങോട്ട് മുന്നിലോട്ട് ചാടിക്കുക. അപ്പോൾ എന്താണ്? മുന്നിലോട്ട് ചാടിക്കുമ്പോൾ 40 നമുക്ക് എന്ത് കിട്ടും? മുന്നിലോട്ട് ചാടിക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടുമെന്നറിയോ? നമുക്കങ്ങനെ മുന്നിലോട്ട് ചാടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? 4.2625 അതിനെ നമ്മൾ 0.05 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്താണ്? 2 പ്ലേസ് നമുക്ക് എന്ത് ചെയ്യാം? മുന്നോട്ട് ചാടിക്കുക. 1 2. അപ്പോൾ എന്താണ് നമുക്ക് കിട്ടുക? നമുക്കപ്പോൾ 426.25 എന്ന് കിട്ടും. ഓക്കെ. എന്നിട്ട് നമ്മൾ ഹോൾ നമ്പർ ഡിവൈഡ് ചെയ്യുന്നത് പോലെ സാധാരണ നമ്മുടെ ട്രഡീഷണൽ മെത്തേഡ് പോലെ നമുക്ക് എന്ത് ചെയ്യാം? ഡിവൈഡ് ചെയ്യാം. പക്ഷേ അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, എപ്പോഴാണോ ഈ പോയിൻറ്റിന് ശേഷമുള്ള നമ്പറിനെ നമ്മൾ താഴോട്ട് ഇറക്കുന്നത് അപ്പോൾ തന്നെ എന്ത് ചെയ്യണം? എപ്പോഴാണോ താഴോട്ട് ഇറക്കുന്നത് ആ പോയിൻറ്റിനെ കഴിഞ്ഞിട്ടുള്ള നമ്പർ നമ്മൾ എപ്പോഴാണോ താഴോട്ട് ഇറക്കുന്നത് ആ ഒരു ടൈമിൽ തന്നെ ആ ഡെസിമൽ പോയിൻറ്റിന് എന്ത് ചെയ്യണം? മുകളിലോട്ട് കയറ്റണം. ഓക്കെ. പിന്നെ അടുത്തത് എന്ത് ചെയ്യുന്നു? നമ്മൾ ഡിവിഷനെ കുറിച്ചിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. രണ്ടും ഡെസിമൽ പോയിൻറ്റ്സ് ഉള്ള നമ്പേഴ്സ് ആണെങ്കിൽ മറ്റൊരു രീതിയിലും ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. അതായത് ഏറ്റവും കൂടുതൽ ഡെസിമൽ പോയിൻ്റുള്ള നമ്പറുള്ള 0. ഇവിടെ എന്താണ്? 4.05-ഉം ഡിവൈഡഡ് ബൈ 4.45 ആണ്. രണ്ടിലും 2 പോയിൻറ്റ്സ് ആണുള്ളത് ഡെസിമൽ പോയിൻറ്റിന് ശേഷം. അപ്പോൾ എന്ത് ചെയ്യുന്നു? രണ്ടിനും നമ്മൾ എന്ത് ചെയ്യുന്നു? 100 മൾട്ടിപ്ലൈ ചെയ്യുന്നു. അപ്പോൾ എന്ത് കിട്ടും? 405 ഡിവൈഡഡ് ബൈ 45 എന്ന് കിട്ടും. നമുക്കത് 81 ഡിവൈഡഡ് ബൈ 9 എന്ന് കിട്ടും. ഓക്കെ. അങ്ങനെ ഈസി ആയിട്ട് ചെയ്യാം കേട്ടോ. മക്കൾ ചേർത്തത് ഒരു റെക്ടാങ്കിളിൻ്റെ കേസ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ അവസാനമായിട്ട് മിസ് പറയുന്നത് എന്താണെന്നറിയോ? മക്കൾസേ നമ്മുടെ ഡെസിമൽ നമ്പേഴ്സിൻ്റെ പ്ലേസ് വാല്യൂവിനെ പറ്റിയിട്ടാണ്. മക്കളെ നമുക്കറിയാം ഇപ്പോൾ 123-ൽ നമുക്കറിയാം ഈ ഒരു നമ്പർ വൺസിൻ്റെ പ്ലേസ് ആണ്. ഓക്കെ. അതുപോലെ തന്നെ ഇത് എന്താണ്? ടെൻസ്, ഇത് 100. പക്ഷേ ഡെസിമലിൻ്റെ കേസിൽ പോയിൻറ്റിന് ശേഷമുള്ള നമ്പേഴ്സ് ഇത് 1/10th പ്ലേസ് ആണ്. ഓക്കെ. ഒരു ഡെസിമൽ നമ്പർ തന്നിട്ടുണ്ടെങ്കിൽ അതിലേറ്റവും വലുത് ഏതാ? ഇവിടെ ഫസ്റ്റ് നമ്പർ പാർട്ട് വലുതാണോ ചെറുതാണോ നോക്കാൻ നമുക്കറിയാം. പക്ഷേ ഡെസിമലിൻ്റെ പോയിൻറ്റിന് ശേഷമുള്ള നമ്പർ 3.35 ആണോ? അതുപോലെ മക്കൾ 3.35 ആണോ? ഓക്കെ. മക്കൾ 3.35 ആണോ? അതുപോലെ 3.33 ആണോ വലുത് ചോദിച്ചാൽ നമ്മൾ ആദ്യം ഈ ഫസ്റ്റത്തെ പ്ലേസ് നോക്കുക. അത് രണ്ടിലും സെയിം ആണല്ലേ. ഓക്കെ. ഇനി സെക്കൻഡത്തെ പ്ലേസിൽ ഏതാ വലുത്? ഇതല്ലേ വലുത്. അപ്പോൾ ഈ ഒരു നമ്പറാണ് എന്ത്? അതിലെ വലിയ നമ്പർ. ഇനിയിപ്പോൾ എന്താണ്? 1.56